എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ഒരു 40 കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മധ്യവയസ്സിൽ എത്തിക്കഴിയുമ്പോൾ പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാരെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് വരും. ഇപ്പോൾ 20-ലും 30-ലും ഒക്കെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പോലെ ആയിരിക്കില്ല ഒരിക്കലും ഒരു മധ്യവയസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ. നമ്മളൊരു 40 ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പറയും മധ്യവയസ്സിലെത്തി എന്ന് പറയും. ആ സമയത്ത് ഉണ്ടായിരിക്കുക അതൊക്കെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഏകദേശം ഒരു മാക്സിമം ഒരു മെച്യൂറായിട്ടുള്ള ഒരു മെച്യൂരിറ്റി വന്നെത്തിയിട്ടുള്ള ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും എല്ലാത്തിലും വ്യത്യാസം. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആ 40 എത്തിക്കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അവരുടെ പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രണയിതാവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് വിശ്വസ്തത തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒരു ബന്ധത്തിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അതിപ്പോൾ അതായത് ഒരു 20-30 ഒക്കെ ഉള്ള സമയത്തൊന്നും വിശ്വസ്തതയ്ക്കൊന്നും അത്ര ഒരു പ്രാധാന്യം ഒരു പക്ഷേ എല്ലാവരും നൽകിയൊന്നുണ്ടാവില്ല. എന്നാൽ പോലും ഈ ഒരു ജീവിതത്തിൽ ചിലപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ പക്വത മൂലം അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവരുടെ വിശ്വസ്തതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ചിലപ്പോൾ അതുവരെയുള്ള പ്രണയാനുഭവങ്ങൾ കൊണ്ടും ആവാം ഈ ഒരു വിശ്വസ്തത വേണം തൻ്റെ ബന്ധത്തിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് വിശ്വസ്തത തന്നെയാണ്. ജീവിതത്തിൽ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സ്ട്രെസ്സിനെയും ഓവർകം ചെയ്യാനായിട്ട് ആയിരിക്കും അവർ ആ സമയത്ത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ ഓരോ സ്ട്രെസ്സുകളും പ്രോബ്ലംസും വന്ന് അവരത് ഓവർകം ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു സമയമാണ് 40 ആൻഡ് എബോവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവരൊരിക്കലും തിരിച്ച് വീണ്ടും ഒരു സമ്മർദ്ദവും അതുപോലെ തന്നെ പ്രോബ്ലംസൊന്നും പ്രതിസന്ധികളൊന്നും ലേക്കൊന്നും പോകാനായിട്ട് അവർ ഒട്ടും ആഗ്രഹിക്കില്ല. ആ സമയം എന്ന് പറയുന്നത് അവരെപ്പോഴും ചിരിക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ തമാശകൾ പറയാനും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലൈഫായി കഴിയുമ്പോൾ ബന്ധം കൂടുതൽ സ്ട്രോങ് ആവുകയും അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം തന്നെ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പൊതുവെ സ്ത്രീകളെന്ന് പറയുമ്പോൾ അവർ മറച്ചു വെച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല ഈ ഒരു ഏജ് എത്തും. അതായത് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവരെപ്പോഴും ഈ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ അവർ ശരിക്കും ഒരു പക്വതാപൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടിയും മറച്ചു വയ്ക്കാതെ തുറന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടായിരിക്കും എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവരൊരിക്കലും ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു അത് ഇങ്ങനെ വഴക്കിട്ടിരിക്കുക പിണങ്ങിയിരിക്കാനോ ഒന്നും തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു ടൈമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും മറിഞ്ഞ് ആ അവസ്ഥകളിലൂടെ കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തുറന്നു പറച്ചിലുകളിലൂടെ എന്തൊരു പ്രശ്നമാണെങ്കിൽ കൂടിയും അത് പരിഹരിക്കാനായിട്ടായിരിക്കും എപ്പോഴും ഈ ഒരു ഏജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഏജിൽ എത്തിക്കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാനസിക പിന്തുണ തന്നെയായിരിക്കും. അതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അപ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഒരിക്കലും അത് പറയാതെ തന്നെ പറഞ്ഞറിയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ പറഞ്ഞറിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ പങ്കാളി എപ്പോഴും തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞറിയിക്കാതെ തന്നെ മനസ്സിലാക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ സ്മൂത്തായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. അതുവരെ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വച്ചിട്ട് തന്നെ അവർ ഏറ്റവും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കഴിവുള്ളവരായിരിക്കണമെന്ന് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സ്, അതായത് ഫിസിക്കൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമാണ് എന്ന് പറയുന്നത് 40 ആൻഡ് എബോവ് എന്ന് പറയും. ആ സമയത്ത് എന്ന് പറയുന്നത് അവർക്കൊരു താങ്ങ് എപ്പോഴും ആവശ്യമുള്ള ഒരു സമയമാണ്. അതായത് അവരോട് സഹാനുഭൂതിയോടുകൂടി അവർക്ക് ഒരുപാട് ബോഡി ചേഞ്ചസ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അതായത് മെനോപോസൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആരംഭ സമയത്തൊക്കെ എന്ന് വെച്ചാൽ വളരെയേറെ ബോഡിക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഭയങ്കര
ഹോട്ടായിരിക്കും ബോഡി, ചിലപ്പോൾ മൂഡ് സ്വിങ്സോ എല്ലാം കൊണ്ടും തന്നെ അവർ ഒരുപാട് മാനസികമായിട്ട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ എപ്പോഴും ഒരു താങ്ങായിട്ട്, ഒരു സഹാനുഭൂതിയോടുകൂടി, സ്നേഹത്തോടു കൂടിയിട്ടുള്ളൊരു ചേർത്ത് പിടിക്കലുണ്ടാവണമെന്ന് ഈ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഈ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരു മെൻ്റൽ സപ്പോർട്ട് ഒരു വൈകാരികമായിട്ട് ഒരുപാട് പിന്തുണ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുവരെ ചിലപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും പിന്തുണ സപ്പോർട്ടൊന്നും ഇല്ലാത്ത തന്നെ ഏത് പ്രശ്നങ്ങളും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസിനെയും ഒക്കെ അവർ മാനേജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഏജൊക്കെ ആയി കഴിയുമ്പോൾ അവരെപ്പോഴും തങ്ങളുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെയൊക്കെ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ അവർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ടായിരിക്കും, അവരുടെ ബോഡിയിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ച്, ഈസ്ട്രോജൻ്റെയൊക്കെ കുറവൊക്കെ വന്നതോ മൂഡ്സ് അങ്ങനെയുള്ള ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു ബോഡിയുടെ ഒരു സ്ട്രെസ്സ് അവർക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവണം അവർ ഈ സമയത്ത് ഒരുപാട് സപ്പോർട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സമയത്ത് ഒരു 40 എബോവ് അല്ലെങ്കിൽ ഒരു മധ്യവയസ്സിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അവങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.